ഞാനിവിടെ വന്ന് നിന്നപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും, ഇനി അടുത്ത ക്ലാസ് എങ്ങാനും തുടങ്ങുമെന്ന് ഉദ്ദേശിച്ച്. അങ്ങനെ നമ്മുടെ ധ്യാനം ഒരുപക്ഷെ ജീവിതത്തിലെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട ഏതാനും ദിവസങ്ങളായിരുന്നു ഇത്. ആയിരുന്നോ? തോന്നുന്നില്ലേ? അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കുറേ കൂടി നമുക്ക് മനസ്സിലായി. എന്നിരുന്നാലും ഞാനിപ്പോൾ കുർബാനയുടെ നേരത്ത് എനിക്ക് കുറേ പല വിചാരമായിരുന്നു. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രയാസം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നേ വരെ മറ്റൊരു ധ്യാനത്തിലും പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം, അത് ഈശോ മലയിലെ പ്രസംഗത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ റദ്ദാക്കാനല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും ചെറുത് ലംഘിക്കുകയോ അത് ലംഘിക്കാൻ ഒരുവനെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനായിരിക്കും. അതാണ് ചെറിയവൻ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചെറിയവൻ എന്ന് പറയുന്നുണ്ട്. ഈ ചെറിയവരിൽ ഒരുവൻ. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ അടുത്ത് പറയാണ്, എന്നാൽ അത് മുഴുവനും അനുസരിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും അതനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കും. എന്നാൽ നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കയറുക പോലുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ്, ഈ നിയമം അനുസരിക്കുകയില്ല, അനുസരിക്കാൻ പഠിക്കുകയും ചെയ്യുന്നില്ല ഒരുത്തൻ, അവൻ ദൈവരാജ്യത്തിൽ ചെറിയവൻ. പക്ഷെ അവിടുത്തെ പ്രധാന പോയിൻ്റ് എന്താ? അവൻ ദൈവരാജ്യത്തിൽ കയറി. അവനെങ്ങനെ കയറി? നിയമം അനുസരിക്കുന്നുമില്ല, അനുസരിക്കാതിരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാണ് അവൻ. അതാണ് അതിനകത്ത് പോയിന്റ്. അവൻ ദൈവരാജ്യത്തിൽ ചെറിയവൻ, ദൈവരാജ്യത്തിൽ ആണവൻ. മറ്റ് അനുസരിക്കുന്നവർ, അനുസരിക്കാൻ പഠിപ്പിക്കുന്നവർ ദൈവരാജ്യത്തിൽ വലിയവൻ. എന്നാൽ നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പോലെയാണെങ്കിൽ നിങ്ങൾ കയറുക പോലുമില്ല. ഇതാണ്. ഇത് ഇനി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് വലിയൊരു പോയിൻ്റാണ്. ആ അർത്ഥത്തിലാണ് ഒരുപാട് സ്ഥലത്ത്, ആ അർത്ഥത്തിലാണ് കുർബാനയിൽ പാടുന്നത്, ചെറിയവരെല്ലാം വലിയവരൊപ്പം അപ്പോൾ പെട്ടെന്നുണ്ടാകാവുന്ന ഒരു ചോദ്യം ഇതാണ്, അയ്യോ അപ്പോൾ ദൈവരാജ്യത്തിലും ചെന്നാൽ പിന്നെ ചെറിയവരും വലിയവരും ഉണ്ടാവും, അവിടെയെങ്കിലും ഒരു ഉച്ചനീചത്വമില്ല. അപ്പോൾ ഇത് ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള അവസ്ഥയാണ്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ഈ ദൈവരാജ്യത്തിൽ എന്ന് പറയുന്നത്. അവൻ പാപം ചെയ്തു പോകുന്നുണ്ട്, അവൻ ഒരുപാട് തിന്മകളും ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ദൈവരാജ്യത്തിൽ ആണ്. എന്തുകൊണ്ട്? അവൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശു അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ ചെറിയവൻ എന്ന് പറഞ്ഞാൽ പാപി ആണ്, പക്ഷേ അവൻ സ്വർഗരാജ്യത്തിലാണ്. എന്നാൽ മറ്റൊരാൾ നിയമമെല്ലാം പാലിക്കണു, നിയമമെല്ലാം പഠിപ്പിക്കണു, അവന് പാപമൊന്നുമില്ല, പക്ഷെ അവനും യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തിലാണ്. അതേസമയത്ത് ഫരിസേയരും നിയമജ്ഞരും ഞങ്ങൾക്ക് ഒരു പാപവുമില്ല, ഞങ്ങൾ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എന്ന് ഈശോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കപടനാട്യത്തിൽ ജീവിക്കുന്നവർ ദൈവരാജ്യത്തിൽ കയറുക പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇനി ദീർഘിപ്പിക്കുന്നില്ല, നമ്മളങ്ങനെ സമാപിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ധ്യാനത്തിൻ്റെ നല്ല അനുഭവം തുടർന്നുണ്ടാകുന്നതിന് ഉണ്ടാകിയിരിക്കേണ്ട പ്രത്യേക കാര്യം, നാളെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റിരുന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആന്തരിക ലയനത്തിലേക്ക് ചെല്ലുക. അങ്ങനെ ആ ലയന പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. ഹോംവർക്കായിട്ട് 4 സുവിശേഷത്തിലെയും വായിച്ചിട്ട് പഴയ നിയമമായിട്ട് അതിനെ കണക്ട് ചെയ്യുക. പിന്നെ ഇന്ന് തന്ന വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ മനസാക്ഷിയെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക. പിന്നെന്താ, ഇത്രയെല്ലാം നിങ്ങൾ ചെയ്യുക. സോ ഗോഡ് ബ്ലെസ് യു. ഈ ഒരു വചനം കൂടി വരെയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ, കണ്ടോ ആരാ ചെറിയവൻ, അവനേക്കാൾ വലിയവനായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം, ഐക്യപ്പെടാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഇൻ്റർനെറ്റൊക്കെ തന്നിട്ടുണ്ട്, അതിലൂടെ നമുക്ക് ബന്ധപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എന്താ വേണേ? അവിടെ കിട്ടും, അങ്ങോട്ട് ചെന്നാൽ മതി. അവിടെ അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശമാതിരി. അവിടെ ചെന്നോ CD മേടിച്ചുകൊണ്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് ചെന്നാലും മതി. ഓക്കെ, എല്ലാവർക്കും കിട്ടും CD. താങ്ക് യു.